ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്കൂൾ 3 മണി വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3:30 ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് 4 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ടാവലുണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്ന ഉടനെ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. എപ്പോഴും പറയാറുള്ള പോലെ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി മേലൊക്കെ കഴുകി. ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ പഠിക്കാതിരിക്കാനുള്ള തീരുമാനമൊന്നും ഇല്ല. കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് പതുക്കെ പഠിക്കാതിരിക്കാന്നാണ് എൻ്റെ ഒരു പ്ലാൻ. 3:30 വീട്ടിൽ എത്തിയോണ്ട് തന്നെ പതുക്കെ പഠിക്കാതിരുന്നാൽ മതിയല്ലോ, സമയം ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ടാണ് എൻ്റെ മൈൻഡിൽ. പിന്നെ മേലെ കഴിക്കിയിട്ട് ഇങ്ങനെ കിടക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല. പിന്നെ ബെഡ് ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ അറിയാതെ അവിടെ കിടന്നു പോയി. പിന്നെ ടാബിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് വ്ളോഗ്സോ കണ്ടുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ അധികം ആരുടെ യൂട്യൂബ് ചാനലൊന്നും കാണാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് മിക്കവാറും എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഉപ്പുമുളക് തന്നെ പ്ലേ ആണ് കാണുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ആണ്. പിന്നെ സാധാരണ എപ്പോഴും സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരെ കിടന്നുറങ്ങുക, ആ ഒരു ചിന്തയിലിരിക്കാൻ വരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഉറങ്ങണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടിട്ട് ഒരു മാക്സിമം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പഠിക്കാതിരിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്ത് പറയാനാ, നമ്മള് ബെഡിലല്ലേ കിടക്കണം. വീഡിയോ കണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ അമ്മ എപ്പം പുറത്തു പോകുന്ന സമയത്ത് എന്നോട് ഡോർ അടയ്ക്കാൻ പറയുമ്പോഴാണ് ഞാൻ എണീക്കണത് തന്നെ. പിന്നെ എണീറ്റതിന് ശേഷം ശരിക്കും അങ്ങോട്ട് ഉറങ്ങാനും പറ്റിയില്ല. ഉറങ്ങാൻ ആഗ്രഹമില്ലായിട്ടല്ല, ഇനി ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ഉറങ്ങിയില്ല, അത്ര തന്നെ. എന്തായാലും എണീറ്റപ്പോൾ 6:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ, എന്തോ ഭാഗ്യത്തിന്. സാധാരണ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ എണീക്കലുണ്ടാവുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് വിട്ടത്, വല്ലതും തിന്നാണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഐ ഫൗണ്ട് ദിസ് വൺ, മൈ ഫേവറേറ്റ് പഴംപൊരി. പിന്നെന്താ ഒന്നും നോക്കിയില്ല, ആ പഴംപൊരി അങ്ങെടുത്ത് കഴിച്ചിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളമൊക്കെ നിറച്ച് വെച്ച് നമ്മൾ പതുക്കെ അങ്ങ് പഠിക്കാനിരിക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇനി നമ്മൾ തകർക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡെയിലി അങ്ങനെയാണ് ഇരിക്കല്. പക്ഷെ ഞാൻ തകരാറേ ഉള്ളൂ, ഒന്നും നടക്കില്ല. എന്തെങ്കിലും നമുക്ക് നോക്കാം എന്താവും. പിന്നെ ആദ്യം തന്നെ കുറച്ച് ഐശ്വര്യമായിട്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് തുടങ്ങി. പിന്നെ കുറച്ച് കാലമായിട്ട് അവിടെ പൊടി പിടിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ എടുത്ത് പൊടി തട്ടി അതങ്ങ് വെച്ച് ക്ലാസ് കണ്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ആക്ച്വലി ഇന്നത്തെ ദിവസം എനിക്ക് എന്താ പഠിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഒന്നും വായിച്ച് പഠിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. വായിച്ച് പഠിക്കാനുള്ള ഒരു മൂഡ് ഇല്ലാത്ത സമയത്ത് പിന്നെ എങ്ങനെ നമ്മൾ എഴുതി പഠിക്കുക, അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ക്ലാസ് പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ കാണാനുണ്ട്. ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് ചെയ്തിട്ടാണല്ലോ പഠിക്കേണ്ടത്. കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചാൽ അതങ്ങ് എടുത്തു. അങ്ങനെ ഞാൻ ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു ചാപ്റ്ററൊക്കെ എടുത്താണ് ഇപ്പോൾ ക്ലാസ് കാണുന്നത്. അതും തീരുമോന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. പിന്നെ അങ്ങ് തുടങ്ങി. എന്തിനാണ് തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആക്ച്വലി അത് പഠിച്ച് തീർക്കണം, അതിപ്പോൾ തീർക്കണം അങ്ങനെയുള്ള രീതിക്കൊന്നും അല്ല ഞാൻ തുടങ്ങിയത്. വെറുതെ ഇരിക്കേണ്ടല്ലോ, എന്തെങ്കിലും ക്ലാസ് കാണാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ക്ലാസിന്റെ പോലെ ഇരിക്കും എൻ്റെ മൂഡ്. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അടിപൊളി ക്ലാസ് ആണെങ്കിൽ പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഇരുന്ന് കാണുകയും ചെയ്യും, അത് പഠിക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു പ്രതീക്ഷയിൽ വലിയർത്തി തുടങ്ങിയതാണ്. അത് എവിടെ എന്ത് ചെയ്തു നമുക്ക് കാണാം. ആക്ച്വലി പിന്നെ ഈ ഇടയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഒരു സ്റ്റഡി പ്ലാനോ ടു ഡു ലിസ്റ്റോ ടൈം ടേബിളോ ഒരു തേങ്ങയില്ല. കാരണം ആകെ ക്ലാഷ് ആയി കിടക്കുകയാണ്. എവിടുന്ന് തുടങ്ങണം എന്നാണ് ശരിക്കും ഐഡിയ കിട്ടാത്തത്. ഇനിയിപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ തീരുമെന്ന് എനിക്കറിയില്ല. ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ടില്ല ഗായ്സ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ക്ലാസ് കാണാനുള്ളൊരു മൂഡേ അങ്ങോട്ട് പോയി. സോ അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് എഴുതാനുള്ള പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് തീർക്കണം എന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിന്ന് തീർക്കും എന്ന് പറഞ്ഞിരിക്കുവായിരുന്നെങ്കിൽ മേ ബി ഈ ചാപ്റ്റർ ഒന്ന് കഴിഞ്ഞാണ്. ഇത് അത്ര എളുപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ABCD അറിയാത്തൊരു ചാപ്റ്റർ ആണല്ലോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെറുതെ സമയം കളയാൻ പറ്റാത്തത് കൊണ്ട് നോട്ട്സ് ചെയ്താന്ന് വിചാരിച്ചു. കാരണം ക്ലാസ് കാണാനുള്ളൊരു മൂഡ് അങ്ങോട്ട് പോയല്ലോ. മൂഡ് പോയതല്ല, ആക്ച്വലി വേറെന്തോ ഇടയിൽ കയറി വന്ന് ആകെ ഡിസ്ട്രാക്റ്റഡ് ആയതാണ്. പിന്നെ ഈ ക്ലാസ് കണ്ടുകൊണ്ട് നോട്ട്സ് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും. ലൈക്ക് ക്ലാസ് മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബോറടിക്കത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചെന്നാൽ പിന്നെ നോട്ട്സ് എഴുതിയതിന് ശേഷം നോട്ട്സ് മുന്നിൽ വെച്ച് ക്ലാസ് കാണാം. എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അപ്പം എഴുതിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പകുതി വഴിക്ക് നിർത്തിയ കുറേ പാഠങ്ങൾ ഇപ്പോഴും പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ ഇതിനാണ് പുതിയ ചാപ്റ്റർ എടുത്തത് എനിക്കറിയില്ല. തുടങ്ങിയതിന് ശേഷമാണ് വല്ല കാര്യം ഉണ്ടായിരുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത്. അങ്ങനെ എന്തായാലും എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ സൈഡിൽ ഉപ്പുമുളകും പ്ലേ ആക്കി വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങി. എനിക്കിങ്ങനെ നോട്ട്സ് എഴുതുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് എഴുതുമ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സൈഡിൽ ഉപ്പുമുളകും പ്ലേ ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ പ്ലേ ആകുമ്പം അതൊക്കെയാണ് ഇഷ്ടം. പക്ഷെ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എഴുത്ത് നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴും ഉപ്പുമുളകും ഇടുന്നതും. പിന്നെ ഉപ്പുമുളകും നല്ല ഇഷ്ടമാണ്.
എഴുതിയൊരു ഫ്ലോയിലായിട്ട് വരികയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ലൈനിലുണ്ടായിരുന്നു. പിന്നെ അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. വാ തുറന്നാൽ പിന്നെ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കാര്യമുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ വലിയ കാര്യത്തിൽ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമയം പോണത് അറിയണ്ടേ. പിന്നെ അവളുടെ അമ്മ വന്ന് പഠിക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടുപേരും പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ അഗെയിൻ നമ്മളെ നോട്ട് എഴുത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇതാണെങ്കിൽ ഒരു ലോഡ് എഴുതാണ്ടായിരുന്നു. വലിയ കാര്യത്തിൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് കുറെ ഉണ്ട് എന്നുള്ള കാര്യം. ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മ എപ്പോഴും പുറത്തു പോയി വന്നിട്ടുണ്ടായിരുന്നത്. പുറത്തു പോയപ്പോൾ ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രെഡും പിന്നെ നമുക്ക് ചോക്ലേറ്റും വേണം. എന്തിനാണ് ഒരു സംഭവം ഞാൻ ഇങ്ങനെ കഴിക്കണം കുറച്ച് ദിവസമായി വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾക്ക് മുന്നേ ആ സാധനം ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് വെച്ച് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞതാണ്. വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല. മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായി നമ്മളെ ഡയറി മിൽക്ക് കേരള എഡിഷൻ ആണ്. അതിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ അതിന്റെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോയി വന്നപ്പോൾ കൂടെ ഒരു ചോക്ലേറ്റ് സിപ്പപ്പും കൊണ്ടുവന്നു. പിന്നെ ഞാനത് കുടിച്ചു. ആ സിപ്പപ്പ് കണ്ടപ്പോൾ തന്നെ എന്റെ എനർജി അങ്ങോട്ട് ബൂസ്റ്റ് ആയി. പിന്നെ അതിരുന്ന് കുടിച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്താന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ നോട്ട് ചെയ്താൽ തന്നെ ഇരുന്നു കേട്ടോ. ഇനിയും കുറെ ക്ലാസ്സുകൾ കണ്ടു തീർക്കാനുണ്ട്. പിന്നെ കണ്ടുകൊണ്ടിരുന്നത് പകുതിക്ക് വെച്ച് നിർത്തിയതുണ്ട്. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് നോട്ട്സ് എഴുതാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. ചെയ്ത് തീർക്കാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല സ്റ്റേറ്റുകാരുടെയും CBSE-കാരുടെയും 12th ബോർഡ് എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. അതൊക്കെ എന്നാ തീരാന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇതിന്റെ ഇടയിലൊക്കെ കയറി വരുന്ന ഈ റെക്കോർഡ്സും പ്രോജക്ട്സും ആണ് മനുഷ്യന് സമാധാനം തരാത്തത്. റെക്കോർഡ്സ് ആണെങ്കിൽ എഴുതിയിട്ടും തീരത്തില്ല. പ്രോജക്ട്സ് ആണെങ്കിൽ ചെയ്തിട്ടും തീരത്തില്ല. പിന്നെ ഇതൊക്കെ വെറുതെ എഴുതുക ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ പഠിക്കും വേണ്ടേ. ഇതൊക്കെ എപ്പോഴാ? അങ്ങനെ നമ്മൾ എന്തായാലും എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരുന്നു അമ്മ ഫുഡായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതറിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ നേരം എഴുതിയതിന് ശേഷം നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇനി നമുക്ക് ഡിന്നറിന് പുട്ടായിരുന്നു കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. കടലക്കറി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ശേഷം പിന്നെ ഉപ്പുമുളകും ആസ് യൂഷ്വൽ ഓണാക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ എഴുതിയെടുക്കാനായിട്ടുണ്ടായിരുന്നു. മറ്റേ ക്ലാസ് കണ്ടതിന്റെ ബാക്കി നോട്ട്സ് അല്ല, അല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ചെയ്യലായിരുന്നു. ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവാണ്. അതുകൊണ്ട് പിന്നെ ബുക്ക് എടുത്തു വന്ന് എന്തൊക്കെയോ എനിക്ക് തോന്നിയതൊക്കെ എഴുതി വെച്ചു. ഒരു ഡയറി പോലെയൊന്നും അല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മെയിൻ പരിപാടി ഉണ്ട് വേറെ. നമ്മളെ അമ്മയോട് എപ്പോഴും ബ്രെഡും ഡയറി മിൽക്കൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞല്ലോ. പിന്നെ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഡോണറ്റ് ആണ്. ഇനി അത് ഉണ്ടാക്കി വരുമ്പോൾ ഏത് രീതിയിലാവുന്ന യാതൊരു ഐഡിയ ഇല്ല. അതിലേക്ക് പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഏകദേശം ഈ ഒരു രീതിക്ക് ആക്കി എടുക്കണമായിരുന്നു. സംഭവം ഇങ്ങനെ ആക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഓർത്തത് ഇതിന്റെ ഒരു ബ്രൗൺ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണമായിരുന്നു. ഞാൻ അത് ചെയ്തില്ലായിരുന്നു. അപ്പൊ തന്നെ വിചാരിച്ച സംഭവം കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം. പിന്നെ എണ്ണയിൽ ഇതിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാന്നൊക്കെ വിചാരിച്ചു. എന്തോ ഭാഗ്യത്തിന് എങ്ങനെയോ സെറ്റായി വന്നു. പിന്നെ ഡോണറ്റിന്റെ മെയിൻ പാർട്ടാണല്ലോ ഈ ചോക്ലേറ്റിൽ മുക്കുക എന്നുള്ള കാര്യം. ഇത് ഞാൻ ആകെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ഒട്ടും പ്രതീക്ഷ ഇല്ലാത്തൊരു സാധനമായിരുന്നു. വെറുതെ എല്ലാം കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചു. പിന്നെ ആ ഒരെണ്ണത്തിന് വേണ്ടി മാത്രമുള്ള ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്ത് മുക്കി അങ്ങോട്ട് എടുത്തു. മേളിൽ ഡെക്കറേഷൻ ആയിട്ട് എൻ്റെ സ്പ്രിങ്കിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഷുഗർ എടുത്ത് അതിന്റെ മേളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ടു. എങ്ങനെയാവോ എന്തോ, നമുക്ക് കഴിച്ചു നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ സംഭവം മേളിൽ ചോക്ലേറ്റ് ഒക്കെ ഇട്ടപ്പോഴേക്കും ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ചെറുതായിട്ട് വന്നായിരുന്നു. എന്നാലും ഒരു പേടിയുണ്ട്. പിന്നെ ബ്രെഡ് അല്ലേ, അതിന്റെ കൂടെ ഇങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് മാറാൻ മാത്രം നമ്മൾ വേറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് അങ്ങനെ പറയുന്നൊന്നുമല്ല, നിങ്ങൾക്ക് ആലോചിക്കാന്നേ ഉള്ളൂ. കാരണം ബ്രെഡ് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കുന്നു, എടുത്ത് പൊരിക്കുന്നു, ചോക്ലേറ്റ് ഒഴിക്കുന്നു, കഴിക്കുന്നു, നല്ല ടേസ്റ്റ് തന്നെ ഇരിക്കും. അങ്ങനെ എന്തായാലും ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അമ്മയ്ക്കും അപ്പയും കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം ശരിക്കും അവർ കഴിച്ചിട്ട് ഞാൻ കഴിക്കലുള്ളൂ. പിന്നെ ഇപ്രാവശ്യം ഒരെണ്ണല്ലേ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്തു. ചെന്ന് നോക്കിയോ പപ്പ ഉറങ്ങുമായിരുന്നു. അമ്മ മാത്രമേ എണീറ്റിരിക്കണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഗൈസ്, അമ്മ അപ്രൂവ്ഡ്. ഇനി എന്ത് വേണം? അങ്ങനെ സാധനം സക്സസ് ആയ സന്തോഷത്തിൽ ഞാൻ ബാക്കിയും കഴിച്ചു. നാളെ പപ്പയ്ക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നടന്നത്. പഠനമൊന്നും പ്രത്യേകിച്ച് നടന്നില്ല, എല്ലാ ദിവസവും നടക്കലില്ല. സോ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ശരി എന്നാ.